ഹായ് വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് ലെസൺ ഓൺ ബ്രിഡ്ജസ്. അപ്പോ ഇവിടെ നമ്മൾ ഒരു AC ബ്രിഡ്ജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പം മാക്സ്വെൽസ് ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് ആ ഒരു നോൺ ആയിട്ടുള്ള വാല്യൂ അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററുമായിട്ട് കമ്പയർ ചെയ്താണ് ഇവിടുത്തെ അൺനോൺ ഇൻഡക്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോ ഈ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിന്റെ ആ ഒരു പ്രിസിഷനും സ്റ്റെബിലിറ്റിയും വളരെയധികം എക്സലന്റ് ആണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഹൈലി ആക്യുറേറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് മാക്സ്വെൽസ് ബ്രിഡ്ജ് ഹൈലി ആക്യുറേറ്റ് ആണെന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇതാണ് നമ്മുടെ അതിന്റെ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്. കാരണം സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അൺനോൺ ഇൻഡക്റ്റൻസിനെ കമ്പയർ ചെയ്യുന്നു. ആൻഡ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിസിഷനും സ്റ്റെബിലിറ്റിയും വളരെയധികം എക്സലന്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും യു വിൽ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബാലൻസ് ഇക്വേഷൻ എന്താണ്, ആൻഡ് മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻസും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് ഓടിച്ചു കണ്ട് നോക്കാം. ഓൾറൈറ്റ്, സോ ഇനി നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യൂസിങ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഏകദേശം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ അൺനോൺ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ മാക്സ്വെൽസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു നോൺ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സുമായിട്ട് അല്ലെ. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ C എന്ന ആ ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ അൺനോൺ ഇൻഡക്റ്റൻസ് വിൽ ഓൾവേസ് ബി L sub X, അങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാനും പോവുക. അപ്പൊ ഈ ഒരു ബ്രിഡ്ജ് പ്രത്യേകിച്ചും സൂട്ടബിൾ ആകുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫാക്ടർ ഉള്ള സിറ്റുവേഷൻസിലാണ്. പ്രത്യേകിച്ചും ഇത് ഏതിനാണ്? കോയിൽസിന് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഫാക്ടർ ഉള്ളത്. അപ്പൊ മോഡറേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഫാക്ടറിനെ നമ്മൾ Q ഫാക്ടർ എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആ ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 1 is less than Q is less than 10. ഇതാണ് അതിന്റെ ആ ഒരു ക്വാളിറ്റി ഫാക്ടർ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഇവിടെ കണക്കാക്കേണ്ടത്. ചുരുക്കത്തിൽ അല്ലെങ്കിൽ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഇവിടെ Q will always be greater than 1, പക്ഷേ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 10 എന്നാണ് ഇതിൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റേഞ്ചിൽ വരുന്ന ആ കോയിൽസ് ഉണ്ടല്ലോ, ആ കോയിൽസ് ആണ് മാക്സ്വെൽസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള മെഷർമെന്റ്സ് എടുക്കാനായിട്ട് സാധിക്കുക. ഇത് കോയിലിന്റെ റെസിസ്റ്റൻസും മെഷർ ചെയ്യാം, കോയിലിന്റെ ഇൻഡക്റ്റൻസും നമുക്കിവിടെ മെഷർ ചെയ്യാം. ഇനി നമുക്ക് ഈ ക്വാളിറ്റി ഫാക്ടർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ലെറ്റ് us see what is the meaning of this quality factor. അപ്പോൾ ഈ ബ്രിഡ്ജ് തന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് നോക്കുന്നതിന് മുന്നേ ബ്രീഫായിട്ട് ഈ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ Q ഫാക്ടറിന്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫക്റ്റീവ്ലി ആൻ ഇൻഡക്ടർ സ്റ്റോർസ് എനർജി. എന്തുമാത്രം എഫക്റ്റീവ് ആയിട്ട് ഒരു ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാ. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ടു ദ എനർജി ഇറ്റ് ഡിസിപ്പേറ്റ്സ് ആസ് ഹീറ്റ്. അതിൽ നിന്ന് ചൂടായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു എനർജി ഹീറ്റുമായിട്ടാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ഒരു ഹയർ ആയിട്ടുള്ള ഒരു Q ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലോവർ ലോസസ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി അവിടെ വരുന്നു എന്നുള്ള അല്ലെ. ആൻഡ് മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ് when the Q factor satisfies the condition. അതായത് this 1 less than Q less than 10 എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മാക്സ്വെൽസ് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ മീഡിയം ക്വാളിറ്റി ഇൻഡക്ടേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോ ഇവിടെ ഈ ഒരു Q ഫാക്ടർ വളരെ ഹൈ ആവുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമ്മൾ മറ്റു ബ്രിഡ്ജസ് ഉപയോഗിക്കും. അതായത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഹേസ് ബ്രിഡ്ജ്. അതും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഹേസ് ബ്രിഡ്ജ് അവിടെ അതിന് ഉപയോഗിക്കും എന്നുള്ളത്. ഇനി അടുത്തത് we will have a look at the construction of Maxwell's bridge. എങ്ങനെയാണ് ആ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ അതിന് ഒരു ചെറിയ ഒരു ഇമേജും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലും നമുക്ക് കാണാം ഈ ഒരു ബ്രിഡ്ജിന് 4 ആംസ് ഇവിടെ ഉള്ളതായിട്ട് കാണാം അല്ലെ.
അപ്പം അൺനോൺ ആമിൽ എന്തൊക്കെയാണ് വരുന്നത്? എൽ സബ് എക്സ് വരുന്നുണ്ട് അൺനോൺ ആമില്, അതേപോലെ ആർ സബ് എക്സും വരുന്നുണ്ട് ആ ഒരു അൺനോൺ ആമിൽ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ ഒന്ന് ആ ഒരു അൺനോൺ ആയിട്ടുള്ള ഇൻഡക്റ്റൻസ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൽ സബ് എക്സ്. ആൻഡ് മറ്റൊന്ന് ആ ഒരു കോയിലിന്റെ അൺനോൺ ആയിട്ടുള്ള കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് ആർ സബ് എക്സ്. അതാണ് ഇവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള വാല്യൂ എന്ന് പറയുന്നത്. മറ്റ് ആമിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പാരലൽ കോമ്പിനേഷൻ നമുക്ക് കാണാം അല്ലെ? R1 കാണാം, നമുക്ക് പാരലൽ കോമ്പിനേഷനകത്ത് എന്തൊക്കെയാണ്? R1 ആ നോൺ റെസിസ്റ്റൻസും, സി നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററും നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇനി ബാക്കി രണ്ട് ബ്രിഡ്ജ് ആംസ് നോക്കുകയാണെങ്കിലോ R2ഉം R3യും ദീസ് ആർ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റേഴ്സ്. അപ്പോ ഈ ഒരു ബ്രിഡ്ജിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള നൾ ഡിറ്റക്ടറും ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ എപ്പോഴും ആസ് യൂഷ്വൽ ഫോർ ഓൾ ദ ബ്രിഡ്ജസ് അക്രോസ് ദ ബ്രിഡ്ജ് തന്നെയാണ് വരുന്നത്, ആ ഒരു ബാലൻസ് കണ്ടീഷൻ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. റൈറ്റ്. സോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വന്നല്ലേ ഇതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. റൈറ്റ്. അപ്പൊ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഈ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെയുള്ള ആ ഒരു ലെഫ്റ്റ് അപ്പർ ആം, അതാണ് പോയിന്റ് എ ടു ബി. അവിടെയാണ് നമുക്ക് ആ ഒരു അൺനോൺ കോയിൽ ആം എന്ന് പറയുന്നത് അല്ലെ. ഈ അൺനോൺ കോയിലിനകത്ത് രണ്ട് കമ്പോണൻസ് ആണ് അവിടെ സീരീസിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ആർ സബ് എക്സ് വരുന്നുണ്ട്, അത് അൺനോൺ കോയിലിന്റെ റെസിസ്റ്റൻസിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൽ സബ് എക്സ് അവിടെ വരുന്നുണ്ട്, അത് അൺനോൺ ഇൻഡക്റ്റൻസിനെ അത് റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. അപ്പോ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് പൊസസ് ഇൻഡക്റ്റൻസ് എലോൺ. ഇൻഡക്റ്റൻസ് മാത്രം ആയിട്ടൊരു കോയിലിനകത്ത് വരില്ല അല്ലെ. കാരണം എന്താണ്? അതിന്റെ വൈൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടക്ട് ചെയ്യുന്ന വയർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ആ ഒരു വൈൻഡിങ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് റെസിസ്റ്റൻസും ഓൾറെഡി ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു അൺനോൺ കോയിൽ ഇസ് റെപ്രസെന്റഡ് അഗെയിൻ ബൈ ആർ സബ് എക്സ് ആൻഡ് എൽ സബ് എക്സ്. ആൻഡ് അതിന്റെ കണക്ഷൻ സീരീസിലാണ്, അത് നമ്മൾ പ്രത്യേകം ഓർത്തോളുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ആം നോക്കിയേ, R2 ആം. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ കാണാം R2 അപ്പർ റൈറ്റ് സൈഡിൽ പോയിന്റ് എയും പോയിന്റ് സിയും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇത് ഒരു നോൺ ആയിട്ടുള്ള ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ ആണ് ഇവിടെ R2 കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഡിസൈൻ ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഡക്റ്റൻസ്. ആ സർക്യൂട്ടിലേക്ക് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാതെ അതിന് അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ R3 ആം BND പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ് R3 ആം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ R2 R3 എന്ന് പറയുന്നത് അതും രണ്ടും നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റേഴ്സ് തന്നെയാണ്. ആൻഡ് R2നും R3ന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ആസ് ദ റേഷ്യോ ആംസ് ഓഫ് ദ ബ്രിഡ്ജ്. ഇനി നമുക്ക് വരുന്ന പാരലൽ ആം, അതാണ് R1 C1 ആം ആണ്. അല്ലേ, നമ്മൾ ഈ ഡിയിൽ R1 C1 ആം ആണ് ആ ഒരു പാരലൽ ആം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് R1 ആണ് നമ്മുടെ നോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആൻഡ് C ആണ് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കമ്പോണൻസിനും ഒരു പാരലൽ കണക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്, നമ്മൾ ഓർക്കുക. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഈ പാരലൽ കണക്ഷൻ എന്നുള്ളത്. അപ്പൊ R1ഉം C1ഉം കണക്ഷൻ നോക്കിയേ, ദേ ആർ കണക്റ്റഡ് അക്രോസ് ദ സെയിം 2 പോയിന്റ്സ് അല്ലെ. ആ സിയിലും ഡിയിലും തന്നെയാണ്, ആ ഒരു പോയിന്റിൽ തന്നെയാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു ആമിലേക്ക് കയറുന്ന കറണ്ടിന് എന്താ സംഭവിക്കുന്നത്? അത് രണ്ട് പാർട്ടായിട്ട് അവിടെ ഡിവൈഡ് ആകുന്നു. ഒരു പാർട്ട് വിൽ ഫ്ലോ ത്രൂ R1 വൈൽ ദി അതർ പാർട്ട് വിൽ ഫ്ലോ ത്രൂ C. അങ്ങനെയല്ലേ നാച്ചുറലി അത് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദെൻ ഈ കറണ്ടിന് എന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും കമ്പൈൻ ചെയ്യുകയാണ്. ആ ഒരു ആമിന്റെ മറ്റേ എൻഡ് എത്തുമ്പോഴേക്കും അത് വീണ്ടും കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോ ഈ സ്റ്റാൻഡേർഡിലായിട്ടുള്ള ആ പാരലൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ദിസ് അലൗസ് ദ അൺനോൺ ഇൻഡക്റ്റൻസ് ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ്
ദ നോൺ കപ്പാസിറ്റൻസ്, ആ അറിയാവുന്ന ആ ഒരു നമുക്ക് ഓൾറെഡി വാല്യൂ ഉള്ള ആ ഒരു കപ്പാസിറ്റൻസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ എ സി സോഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ് ആ ഒരു ബ്രിഡ്ജിലേക്ക് വരിക. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു എ സി സോഴ്സ് വേണ്ടി വരുന്നത്? കാരണം എന്താണ്, ഈ ബ്രിഡ്ജിനകത്ത് ഇൻഡക്റ്റീവ് ഉണ്ട് ആൻഡ് കപ്പാസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ ബിഹേവിയർ എപ്പോഴും ആ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയും ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്താണ് അത് ഇരിക്കുന്നത്. ആൻഡ് ദെൻ വി നോ വി ഹാവ് ദ നൾ ഡിറ്റക്ടർ. നൾ ഡിറ്റക്ടർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ജംഗ്ഷൻസ്. എല്ലാ ബ്രിഡ്ജസിലും അതേപോലെ തന്നെയാണ് അതിന്റെ ആ ഒരു കണക്ഷൻ വരുന്നത് അല്ലെ. അപ്പോ ഈ ബ്രിഡ്ജ് കമ്പോണൻസ് എഗെയിൻ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഡിറ്റക്ടർ 0 ആകുന്നിടം വരെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇവിടെ 0 റീഡിംഗ് എന്ന് പറയുമ്പം ആ ബി ആൻഡ് സി പോയിന്റ്സ് ആർ അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ. അതായത് there is that no current flows through the detector എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ അതാണ് ആ ഒരു മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുക. അപ്പം ഈ ഒരു 4 ആംസിന്റെ ഒരു ക്വിക്ക് സമ്മറി ഞാൻ ഇവിടെ ഒരു ടേബിൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ഇറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പം മാക്സ്വെൽസ് ബ്രിഡ്ജിന് ഒരു അൺനോൺ കോയിൽ ഉണ്ട് ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് RX ആൻഡ് LX. ഒരു സ്റ്റാൻഡേർഡ് പാരലൽ ആം ഉണ്ട് ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് R1 ആൻഡ് C1. C1നെ നമ്മൾ C എന്ന് തന്നെ വിചാരിച്ചാൽ മതി, കപ്പാസിറ്റൻസ് മാത്രമാണ് അതിനകത്ത് വരിക. ആൻഡ് 2 നോൺ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആംസ് ഇവിടെയുണ്ട് ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് R2 ആൻഡ് R3. അതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് ക്വിക്ക് ആയിട്ട് ഇതിന്റെ ആ ഒരു ബാലൻസ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ബാലൻസ് കണ്ടീഷനിൽ നമുക്കറിയാം ആ ഒരു ഡിറ്റക്ടർ ബിക്കംസ് 0. ഇപ്പൊ ജനറൽ ബാലൻസ് ഇക്വേഷൻ ഈ ബ്രിഡ്ജിന്റെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ Z sub X is equal to Z2 into Z3 into Y1 അല്ലെ മൾട്ടിപ്ലൈഡ് ബൈ Y1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ Z sub X എന്താണ്? That is the impedance of the unknown coil. And എന്താണ് ഈ Z sub 2 എന്ന് പറയുന്നത്? ആ 2 ആംസിന്റെയും ഇംപിഡൻസ് ആണ് ആ ഒരു Z sub 2. ആൻഡ് Z sub 3 എന്താണ്? ആ ഒരു ആം 3യുടെ ഇംപിഡൻസ് ആണ് Z sub 3. ആൻഡ് Y1 എന്താണ്? Y1 is the admittance of the parallel resistance capacitor arm. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ലഭിക്കുന്നത് ഫോർ ഡിറൈവിംഗ് ദ എക്സ്പ്രഷൻസ് ഫോർ ദ അൺനോൺ റെസിസ്റ്റൻസ് ആൻഡ് ആ ഒരു എന്താ പറയേണ്ടത് ഇൻഡക്റ്റൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി അഡ്മിറ്റൻസ് ഓഫ് ദ പാരലൽ RC ആം. അപ്പം അഡ്മിറ്റൻസിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഇക്വേഷനിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഇക്വേഷൻ? Y1 equals to 1 divided by R1 plus J omega C1 എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോ ഇവിടെ 1 upon R1 ആണ് കണ്ടക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് J omega C1 ആണ് ആ ഒരു കപ്പാസിറ്റേറ്റീവ് സസെപ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ കാണുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, സിമ്പിൾ ദിസ് J പോലെ ഇരിക്കുന്ന ഈ ഒരു സിമ്പിൾ, ഇതാണ് ആ ഒരു ഇമാജിനറി അല്ലെങ്കിൽ ആ ഒരു ഇമാജിനറി ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ AC സർക്യൂട്ട് അനാലിസിസ്. ആൻഡ് ഇവിടെ നമുക്ക് ഒമേഗ ഉണ്ട്. ഒമേഗ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ ഒരു AC സപ്ലൈയുടെ ഫ്രീക്വൻസിയെ ഒമേഗ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോഴേ ഈ 2 ടേംസ് ഇവിടെ, ഒന്ന് നമുക്ക് നമ്മുടെ ആ ഒരു AC സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമാജിനറി ഓപ്പറേറ്റർ, അതേപോലെ ആ ഫ്രീക്വൻസി, അത് ആക്ച്വലി ഇറ്റ് കംപ്ലീറ്റ്സ് ദി അഡ്മിറ്റൻസ് ഓഫ് ദ പാരലൽ RC നെറ്റ്വർക്ക്. ഇനി ആ ഒരു അൺനോൺ കോയിലിന്റെ ഇംപിഡൻസ് നമുക്ക് നോക്കാനാണെങ്കിലോ എന്താ, നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കാണാം അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനിൽ R sub X റെപ്രസെന്റ് ചെയ്യുന്നത് കോയിലിന്റെ റെസിസ്റ്റൻസിനെയാണ്, L sub X റെപ്രസെന്റ് ചെയ്യുന്നത് അൺനോൺ ഇൻഡക്റ്റൻസിനെയാണ്, ആൻഡ് J ഒമേഗ L sub X റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെയാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? that the coil possesses both resistance and inductance at the same time എന്നുള്ളത്.
ഇനി ഇത് നമ്മൾ എന്താ പറയേണ്ടത്, ആ ഒരു ബാലൻസ് ഇക്വേഷനിലോട്ട് ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും നമുക്ക് ഇവിടെ സംഭവിക്കുക? ഈ ഒരു ഇക്വേഷൻ ബിക്കംസ്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു റിയൽ ടേംസും അതിനകത്തുണ്ട്, ഇമാജിനറി ആയിട്ടുള്ള ടേംസും അതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോ ആ ഒരു അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിയൽ പാർട്സിനെ സെപ്പറേറ്റ്ലിയും ഇമാജിനറി പാർട്സിനെ സെപ്പറേറ്റ് ആയിട്ട് ആണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യുന്നത്. നൗ വാട്ട് വിൽ ബി ദ ഫൈനൽ ബാലൻസ് ഇക്വേഷൻ? അപ്പൊ ആ ഒരു റിയൽ പാർട്ട് നമുക്ക് ഇവിടെ കാണാം. ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, ആർ സബ് എക്സ് ഈക്വൽസ് R2 multiplied by R3 divided by R1 ആണ് ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ, ആ ഒരു റിയൽ പാർട്ടിന്റെ ഇക്വേഷൻ അല്ലേ? ആൻഡ് ആ ഒരു ഇമാജിനറി പാർട്ടിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കോ L sub x equals R2 R3 into C1 അല്ലെങ്കിൽ സി തന്നെയാണ് അല്ലെ? അപ്പോ ഈ ഒരു ഇക്വേഷൻ ആണ് ആ ഒരു അൺനോൺ ഇൻഡക്റ്റൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ആർ ഒബ്റ്റെയിൻഡ് ഇൻഡിപെൻഡന്റ്ലി. ആ ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് നമ്മൾ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസിലൂടെയാണ് നമ്മൾ അത് കണ്ടെത്തുന്നത് അല്ലേ? അതെ. സോ നൗ ലെറ്റ് us have a quick look at what are the advantages of Maxwell's bridge. ഇപ്പൊ മാക്സ്വെൽസിന്റെ ബ്രിഡ്ജ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? അൺനോൺ ഇൻഡക്റ്റൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഒരു നോൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഇത് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത് എവിടെയാണ്? ആ ഒരു ക്യൂ ഫാക്ടർ ബിറ്റ്വീൻ 1 and 10 വരുമ്പോഴാണ് അത് ഏറ്റവും സൂട്ടബിൾ ആകുന്നത്. ആൻഡ് രണ്ട് പ്രധാനപ്പെട്ട ബാലൻസ് ഇക്വേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ആ ഇക്വേഷൻസ് അത് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ആ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് അൺനോൺ ഇൻഡക്റ്റൻസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത് ലെറ്റ്സ് മൂവ് ഓൺ ടു ഹേസ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോ ഇപ്പൊ ബ്രിഡ്ജിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് ഇനിയിപ്പോ അറിയാം. ഇനി നമ്മൾ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എന്ന് ക്വിക്കായി നമ്മളൊന്ന് നോക്കിപ്പോയാൽ മതി അല്ലേ? അപ്പോ ഹേസ് ബ്രിഡ്ജ് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അനദർ ഇമ്പോർട്ടന്റ് AC ബ്രിഡ്ജ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കോയിലിന്റെ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പോ ഹേസ് ബ്രിഡ്ജ് എസെൻഷ്യലി മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഹേസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് എന്തിനാണ്? ഹൈ ക്വാളിറ്റി ഇൻഡക്ടേഴ്സ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ശരിക്കും ആ ഒരു ഈ ഒരു ബ്രിഡ്ജ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതായത് ഇൻഡക്ടേഴ്സ് ഹാവിംഗ് ഹൈ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. ഹൈ ക്വാളിറ്റി ഫാക്ടർ ഉള്ളതിനെ മെഷർ ചെയ്യുന്നതിന് ഏത് ബ്രിഡ്ജ് ആണെന്ന് ചോദിച്ചാൽ ഹേസ് ബ്രിഡ്ജ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുക. സോ ലെറ്റ് us see ആ ഒരു പേർപ്പസ് എന്താണ് ഹേസ് ബ്രിഡ്ജിന്റെ. പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത് അൺനോൺ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഹൈ ക്വാളിറ്റി ഫാക്ടർ ഉള്ള ആ ഒരു കോയിൽസിന്. അപ്പൊ ഇതിന്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ക്യൂ ഫാക്ടർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10 അല്ലെങ്കിൽ ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 10 എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പോ ഹേസ് ബ്രിഡ്ജ് ഡെവലപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് മാക്സ്വെൽസ് ബ്രിഡ്ജ് പെർഫോംസ് ബെസ്റ്റ് ഓൺലി ഫോർ മീഡിയം ക്യൂ ഇൻഡക്ടേഴ്സ്. അപ്പോ ആ ഒരു ക്യൂ ഇൻഡക്ടേഴ്സ് ലാർജ് ആകുമ്പോ മാക്സ്വെൽസ് ബ്രിഡ്ജ് കുറച്ച് കൺവീനിയന്റ് അല്ലാതെ ആയിട്ട് മാറും, അല്ലെങ്കിൽ അവിടെ എറേഴ്സ് വരാനുള്ള സാധ്യത. അപ്പോ ഹേസ് ബ്രിഡ്ജ് കുറെ കൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് മാറുന്ന മാക്സ്വെൽസ് ബ്രിഡ്ജ് പ്രവർത്തിക്കാതെ വരുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഇതിന്റെ കൺസ്ട്രക്ഷനിലാണ് ഇനി മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് ഇവിടെ വരാനായിട്ട് പോവുക. ഓക്കെ, അപ്പോ അത് നമുക്ക് ആ ഒരു ക്വിക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ഇമേജിലൂടെ ഒന്ന് നോക്കാം. ലെറ്റ് us see what is different here in the construction എന്നുള്ളത്. അവിടെ അപ്പൊ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഹേസ് ബ്രിഡ്ജ് ഒരു AC ബ്രിഡ്ജ് ആണ്. ആൻഡ് മെയിൻലി ആ ഒരു കോയിൽ ഇൻഡക്റ്റൻസ് ഹയർ ക്യൂ ഫാക്ടർ ഉള്ളത് ചെക്ക് ചെയ്യുന്നതിന് ജനറലി മോർ ദൻ 10 എന്നുള്ളത് അല്ലെ? ആൻഡ് മാക്സ്വെല്ലിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ. അപ്പം മാക്സ്വെല്ലിന്റെ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് എന്താണ് ഇവിടെ വ്യത്യസ്തമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും ഡയമണ്ട് ഷേപ്പ് കണക്ഷൻ തന്നെയാണ്. 4 ജംഗ്ഷൻസ് ഇതിനുണ്ട്. A B C D അത് തന്നെയാണ് മാക്സ്വെൽസ് ബ്രിഡ്ജിനും ഉള്ളത്.
അപ്പോൾ ആദ്യം ആ ഒരു ലെഫ്റ്റ് അപ്പർ ആം നമുക്ക് നോക്കാം. ആ ഒരു ജംഗ്ഷൻ എ ആൻഡ് ബിയുടെ ഇടയിലുള്ളത്, ദിസ് ഇസ് ദ അൺനോൺ കോയിൽ ആം. അൺനോൺ കോയിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് രണ്ട് കമ്പോണൻസ് ആ കണക്റ്റഡ് ഇൻ സീരീസ് ഇവിടെ അല്ലെ. ആർ സബ് എക്സ് അവിടെ വരുന്നുണ്ട്. അത് ആ ഒരു റെസിസ്റ്റൻസ്, ആ കോയിലിന്റെ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആൻഡ് ആ ഒരു ഇൻഡക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എൽ സബ് എക്സ്. ഇനി ഈ എന്താ പറയേണ്ടത്, രണ്ടാമത്തെ ആം നോക്കിയേ, R2, ആ ഒരു റൈറ്റ് സൈഡിലുള്ള ആം എയും സിയും ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നേക്കുന്നത്, അത് വീണ്ടും ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. ഇനി R3 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിയും ഡിയും ആയിട്ടുള്ള ആ ഒരു കണക്ഷനിലാണ് R3 വരുന്നത്. ഇതും ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ ആം തന്നെയാണ് ഇതിനകത്തും വരിക. ഇനി ആ ഒരു R1C1 ആം നോക്കിയേ, R1C1 ആം, ഇവിടെ ആ ഒരു കണക്ഷൻ വരുന്നത് ഒരു 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 പാരലൽ കണക്ഷൻ ആയിട്ട് ഇവിടെ വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം അല്ലെ. റൈറ്റ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ വരുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് R1 അതിനകത്ത് വരുന്നുണ്ട്, ആൻഡ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററും അവിടെ വരുന്നുണ്ട്, C1 അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് കെയർഫുൾ ആയിട്ട് നമ്മൾ ഈ R1ഉം C1ഉം നോക്കിയാൽ പാരലൽ അല്ല, സോറി, ഒരു സീരീസ് കണക്ഷൻ ആണ് ഇതിനകത്ത് ഇവിടെ വരുന്നത്. അതായത് നേരത്തെ മാക്സ്വെൽസ് ബ്രിഡ്ജിൽ രണ്ട് പാത്തിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് പിന്നെ അത് ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരൊറ്റ പാത്ത് മാത്രമേ കറണ്ടിന് പാസ് ചെയ്യാനായിട്ട് ഉള്ളൂ. അപ്പോ കറണ്ട് ആദ്യം R1ൽ കൂടെ കടന്നു വന്നത് C1ലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോ ഈ ഒരു ആമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദിസ് ഇസ് ഓപ്പോസിറ്റ് ടു ദ അൺനോൺ കോയിൽ ആം. അൺനോൺ കോയിൽ ഇവിടെ കിടക്കുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇതിനും ആ ഒരു AC സോഴ്സ് തന്നെയാണ് വരുന്നത്. കണക്ഷൻ മറ്റു ബ്രിഡ്ജ് പോലെ സെയിം തന്നെയാണ്. ആൻഡ് ഇവിടെ വീണ്ടും നമുക്ക് ആ ഒരു നൾ ഡിറ്റക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് എപ്പോഴും ആ ഒരു നൾ ഡിറ്റക്ടർ 0 ആകുന്നിടം വരെ തന്നെ നമുക്ക് ഇത് നോക്കേണ്ടതായിട്ടുമുണ്ട് അല്ലെ. അതുവരെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹേസ് ബ്രിഡ്ജ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പെസിഫിക് പോയിന്റ് ആണ് ഈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സ്വെൽസ് ബ്രിഡ്ജ് ആൻഡ് ഹേസ് ബ്രിഡ്ജ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ മാക്സ്വെൽസ് ബ്രിഡ്ജില് കപ്പാസിറ്റർ പാരലൽ ആണ് വിത്ത് റെസിസ്റ്റർ. ഹേസ് ബ്രിഡ്ജിലോ കപ്പാസിറ്റർ ഇസ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ. ആൻഡ് ഹേസ് ബ്രിഡ്ജ് ഇസ് ബെറ്റർ ഫോർ ഹൈ ക്യൂ കോയിൽസ്, ക്വാളിറ്റി ഫാക്ടർ ഉള്ള കോയിൽസിന്. ഇതാണ് ആ ഒരു ബേസിക് കണക്ഷനകത്ത് വരുന്ന ആ ഒരു ഡിഫറൻസ്. അതുകൊണ്ടാണ് ഹേസ് ബ്രിഡ്ജ് മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു മോഡിഫിക്കേഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. റൈറ്റ്. Now let's move on to the next one, which is the sharing bridge. അപ്പോ ഷെറിംഗ് ബ്രിഡ്ജും ഒരു AC ബ്രിഡ്ജ് തന്നെയാണ്. ആൻഡ് ഇത് അൺനോൺ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് ഉപയോഗിച്ച് വി വിൽ ഓൾസോ ബി ഏബിൾ ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. ഇൻസുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാനും ഈ ഒരു ഷെറിംഗ് ബ്രിഡ്ജ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി അതിന്റെ ആ ഒരു പേർപ്പസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അൺനോൺ കപ്പാസിറ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, ആ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് നമുക്ക് അത് എന്തുമാത്രം ഗുണമേന്മയുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. സോ അത് തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു പേർപ്പസ് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് we will understand എന്തുകൊണ്ട് ഈ പ്രാക്ടിക്കൽ കപ്പാസിറ്റേഴ്സ് ഇംപെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോ നമുക്ക് അത് ഒന്ന് നോക്കാം. നോക്ക്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുകയാണ്, ഒരു ലോസ് വരുത്താതെ ഇലക്ട്രിക്കൽ എനർജി അവിടെ സ്റ്റോർ ചെയ്യുന്നു. പക്ഷേ ഇൻ റിയൽ ലൈഫ്, ഇൻ പ്രാക്ടീസ്, നമ്മൾ ഏതൊരു കപ്പാസിറ്റർ നോക്കിയിരുന്നാലും അതിന് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്, ആൻഡ് ദിസ് ഇസ് കോൾഡ് ഡൈഇലക്ട്രിക്. ഈ ഒരു ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് ഇസ് നെവർ പെർഫെക്റ്റ്ലി ലോസ്ലെസ്. അതിനകത്ത് ചെറിയ ലോസസ് ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട്
ഒരു പ്രാക്ടിക്കൽ കപ്പാസിറ്റർ അതിന്റെ ബിഹേവിയർ നമുക്ക് നോക്കിയാൽ തോന്നും അത് കപ്പാസിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്നും അതേസമയം അത് എന്താ പറയേണ്ടത് ആ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയും അത് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ തോന്നും. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഡയലക്ട്രിക് ലോസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെയും കൂടെ അവിടെ അത് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ലോസി കപ്പാസിറ്റേഴ്സ് ആണ്, അതിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത്. നോക്ക്, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഷെറിംഗ് ബ്രിഡ്ജ് വളരെ സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ടു ഡിറ്റർമിൻ ബോത്ത് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആക്യുറേറ്റ്ലി. അപ്പൊ ഏതൊക്കെയാണ് ഈ ക്വാണ്ടിറ്റീസ്? ആ ഒരു കപ്പാസിറ്റൻസും അതേപോലെ റെസിസ്റ്റൻസും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. അപ്പോ ഇതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷനിൽ വരുന്നത് എന്ന് ലെറ്റ് us see. ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കിയേ. അപ്പോ ഈ ബ്രിഡ്ജിനും 4 ആംസ് തന്നെയാണുള്ളത്, ഡയമണ്ട് ഷേപ്പ് തന്നെയാണുള്ളത്, 4 ജംഗ്ഷൻസ് ആസ് യൂഷ്വൽ ഇതിനുമുണ്ട്. അപ്പൊ ഇവിടെ ഒരു അൺനോൺ ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് കപ്പാസിറ്റർ ആം ഉണ്ട് ഇവിടെ. അതാണ് ഈ എയും ബിയും ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ അവിടെ നോക്കിയാൽ. അപ്പൊ ഇതിനകത്ത് സി സബ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അൺനോൺ കപ്പാസിറ്റൻസിനെയും ആർ സബ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ആ ഒരു ഡൈഇലക്ട്രിക് ലോസ് റെസിസ്റ്റൻസിനെയും. എങ്ങനെയാണ് ഡൈഇലക്ട്രിക് ലോസ് അവിടെ സംഭവിക്കുന്നത്? അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഇൻസുലേഷൻ വെച്ചിട്ട് തന്നെയാണ് അല്ലെ. അപ്പോ ഈ സി എക്സും ആർ എക്സിന്റെയും കണക്ഷൻ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അതൊരു സീരീസ് കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇംപെർഫെക്റ്റ് കപ്പാസിറ്ററിനെ ആണത് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത്? ഒരു ഐഡിയൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എനർജി ലോസ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ആ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പ്രാക്ടിക്കൽ കപ്പാസിറ്റർ, അതൊരിക്കലും പെർഫെക്റ്റ് അല്ല എന്നുള്ളതും നമ്മൾ ഓർക്കുക. അപ്പൊ ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി അവിടെ ലൂസ് ആകും, അവിടെ നഷ്ടം വരും, ആ ഒരു ഡൈ ഇലക്ട്രിക് മുഖാന്തരം അവിടെ നഷ്ടം വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആർ എക്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈ ഇലക്ട്രിക് എനർജി ലോസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ R2 ആം നോക്കിയേ, നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആം ആണ് ആ ഒരു എയും സിയും ജംഗ്ഷനിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇൻഡക്റ്റൻസ്. ആ ഒരു എ സി ബ്രിഡ്ജിൽ ഒരു വലിയ എമൗണ്ട്, അതായത് അതിന്റെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇൻഡക്റ്റൻസ് അവിടെ കൊണ്ടുവരുന്നില്ല. ഇനി മൂന്നാമത് നമുക്ക് കാണാം ആ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആം ആണ് മൂന്നാമത് നമുക്ക് നോക്കാനുള്ളത്. C3 ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആം. അപ്പോ ഈ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ, അതിന്റെ കപ്പാസിറ്റൻസ് ആക്ച്വലി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് ഷുഡ് ഐഡിയലി ഹാവ് എക്സ്ട്രീംലി ലോ ഡൈഇലക്ട്രിക് ലോസ്. ഒന്നുകിൽ സീറോ ഡൈഇലക്ട്രിക് ലോസ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ആയിരിക്കണം. നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡൈഇലക്ട്രിക് ലോസ് മാത്രമേ അത് വരാവുള്ളൂ. കാരണം എന്താണ്? ഇത് ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് എഗെയിൻസ്റ്റ് ദ അൺനോൺ കപ്പാസിറ്റൻസ് അല്ലേ. ഇനി നമുക്ക് കാണാം ആ ഒരു R1C1 പാരലൽ റേഷ്യോ ആം നമുക്ക് ഇവിടെ കാണാം. R1C1 പാരലൽ ആയിട്ടാണ് അതിന്റെ ആ ഒരു കണക്ഷൻ അവിടെ കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ R1 ആണ് ആ ഒരു റേഷ്യോ റെസിസ്റ്റൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആൻഡ് C1 ആണ് ആ ഒരു റേഷ്യോ കപ്പാസിറ്റൻസിനെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം നമ്മൾ നോക്കിയേ, R1ന്റെയും C1ന്റെയും കണക്ഷൻ എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ആണ്. And both components are connected across the same two junctions. ഈ സിയുടെയും ഡിയുടെയും ഇടയിലാണ് അതിന്റെ ആ ഒരു കണക്ഷൻ വരുന്നത്. അപ്പോ ഇതിനകത്ത് കയറുന്ന കറണ്ട് വീണ്ടും 2 പാത്തിലേക്ക് മാറുന്നല്ലേ. ഒന്ന് R1ലൂടെ പോകുന്നു, മറ്റൊന്ന് C1ലൂടെ പോകുന്നു. ആ ഒരു കറണ്ട് വീണ്ടും കമ്പൈൻ ചെയ്യുന്ന അതിന്റെ ആ ഒരു മറ്റേ എൻഡ് എത്തുമ്പോഴേക്കും. പിന്നെ ഇതിന്റെ AC സോഴ്സ് നമുക്ക് അവിടെ കാണാം. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ആ ഒരു നൾ ഡിറ്റക്ടറും ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാം. റൈറ്റ്. അപ്പൊ ഇതിന്റെയും ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ബാലൻസ് ഇക്വേഷൻ ഒക്കെ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. കാരണം അതിന്റെ എക്സ്പ്ലനേഷൻ ഇസ് ഓൾമോസ്റ്റ് ദ സെയിം സിൻസ് ദ മെത്തേഡ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ വെയിൻ ബ്രിഡ്ജ്. വെയിൻ ബ്രിഡ്ജ് ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. ഇത്
വീണ്ടും ഒരു എ സി ബ്രിഡ്ജ് തന്നെയാണ്. ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിൻ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് WIEN എന്നാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് സ്പെല്ലിംഗ്. നമ്മുടെ സിലബസിൽ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്, WEIN എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ WIEN ആണ് അതിന്റെ ആ ഒരു കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, അപ്പോ ഫ്രീക്വൻസി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് ഈ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ബാലൻസ് എത്തണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ ഇതിന്റെ ആ ഒരു ബാലൻസ് എത്തുള്ളൂ. അപ്പോ ആ ഒരു ഫ്രീക്വൻസി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് വാല്യൂസ് ഇൻ ഇറ്റ്സ് ആംസ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി മെഷർമെന്റിന് പുറമെ വെയിൻ ബ്രിഡ്ജ് പ്രാക്ടിക്കലി നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ആൻഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ അനലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം, ഫ്രീക്വൻസി സെലക്ടീവ് സർക്യൂട്ട്സിന് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞെങ്കിലും ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പർപ്പസ് ഓഫ് ദിസ് ബ്രിഡ്ജ് വൺസ് അഗെയിൻ. അപ്പോ ഈ ഒരു ബ്രിഡ്ജ് ഇതിന്റെ റെസിസ്റ്റേഴ്സിന്റെയും കപ്പാസിറ്റേഴ്സിന്റെയും അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് എ ബാലൻസ് കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് ഓൺലി അറ്റ് എ സ്പെസിഫിക് ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് എന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പോ ഇതിന്റെ ഈ ഫ്രീക്വൻസി സെലക്റ്റീവ് ആയിട്ടുള്ള ഇതിന്റെ ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഇറ്റ് മേക്സ് ദിസ് ബ്രിഡ്ജ് വാല്യുബിൾ സ്പെസിഫിക്കലി ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അപ്പോ കോമൺലി ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സിനുസോഡിയൽ സിഗ്നൽസ് ആവശ്യമായിട്ട് വരും. ആൻഡ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ സർക്യൂട്ട്സിലും ഇത് ഒത്തിരി അധികം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ വെയിൻ ബ്രിഡ്ജിന്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കാം. സോ ലെറ്റ് സ്ട്രേറ്റ് അവേ ഗോ ടു ദി image. Okay, so you see diamond shape തന്നെയാണ് ഇതിന് വീണ്ടും വരിക. ആൻഡ് ഓർക്കുക, ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഒരു ബ്രിഡ്ജിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു AB, അപ്പൊ R1C1 സീരീസ് ആം, അപ്പൊ സീരീസ് RC ആം ആണ് ആദ്യം നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ആ ഒരു ഇമേജിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് R1 കാണാം, C1 കാണാം. ആൻഡ് ഒരു കാര്യം നമ്മൾ ഇപ്പോഴേ ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക, ഈ ഒരു പാത്തിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് ഒരു സിംഗിൾ പാത്ത് മാത്രമാണ് അവിടെ ഉള്ളത്. കാരണം എന്താണ്, ആ ഒരു സീരീസിലാണ് അതിന്റെ ആ ഒരു കണക്ഷൻ അവിടെ വരുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്നത് തന്നെ സീരീസ് RC ആം എന്ന് തന്നെയാണ്. രണ്ടാമത് നമുക്ക് കാണാം ആ ഒരു പാരലൽ RC ആം ഇവിടെ വരുന്നുണ്ട് അല്ലെ. ആ ഒരു എയുടെയും സിയുടെയും ജംഗ്ഷൻസിന്റെ ഇടയിൽ പാരലൽ ആയിട്ടാണ് അവിടെ അത് വരുന്നത്. ഇപ്പൊ പാരലൽ ആയിട്ടുള്ള കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ആം ആണിത്. അപ്പോ ഈ ഒരു ഇമേജിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പാരലൽ കണക്ഷനില് ഈ റെസിസ്റ്ററും കപ്പാസിറ്ററിന്റെയും കണക്ഷൻ എന്ന് പറയുന്നത് ആ സെയിം ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഒരു പാത്ത് റെസിസ്റ്ററിലൂടെയും പോകുന്നു, മറ്റൊരു പാത്ത് കപ്പാസിറ്ററിലൂടെയും പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് ആ റെസിസ്റ്റീവ് ആംസ് ആണ് ഇതിനകത്തുള്ളത്. ഈ റെസിസ്റ്റീവ് ആംസ് എന്ന് പറയുന്നത് ഇത് രണ്ടും, ഈ ബാക്കിയുള്ള രണ്ടും R3ഉം R4ഉം റെസിസ്റ്റീവ് ആംസ് തന്നെയാണ്, പ്യോർലി റെസിസ്റ്റീവ് ആംസ് തന്നെയാണ്. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് ദേ പ്രൊവൈഡ് ദ റിക്വയർഡ് റെസിസ്റ്റൻസ് റേഷ്യോ ഫോർ ബാലൻസിങ് ദ ബ്രിഡ്ജ്. പിന്നെ ആസ് യൂഷ്വൽ AC ബ്രിഡ്ജ് ആയതുകൊണ്ട് AC സോഴ്സ് ഉണ്ട്, നമ്മുടെ നൾ ഡിറ്റക്ടറും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ബ്രിഡ്ജിന്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആ ഒരു ഫ്രീക്വൻസി സെൻസിറ്റീവ് നേച്ചറും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ ഇത് ഫ്രീക്വൻസി സെൻസിറ്റീവ് ബ്രിഡ്ജ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്, ഈ ഒരു ഇതിന്റെ ആ ഒരു കപ്പാസിറ്റർ ഉള്ള ആംസിന്റെ ഇംപിഡൻസ് ഉണ്ടല്ലോ, അത് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അത് ചേഞ്ച് ആകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ആ ഒരു കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു വരും. ആൻഡ് ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് ആ ഒരു കപ്പാസിറ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് കൂടി വരും.
അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഇൻപുട്ട് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ഇംപിഡൻസ് മാഗ്നിറ്റ്യൂഡും അതേപോലെ ഫേസ് ആംഗിളും ഈ ഒരു RC ആമില്, സീരീസ് RC ആമില് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ പാരലൽ RC ആമിലും അത് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ അത് മാറ്റി തിരിഞ്ഞു വരുന്ന ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയില് ബോത്ത് ഓഫ് ദ ജനറൽ AC ബ്രിഡ്ജ് ബാലൻസ് റിക്വയർമെന്റ്സ് ഇവിടെ അങ്ങ് സാറ്റിസ്ഫൈഡ് ആകും. രണ്ട് ബാലൻസ് റിക്വയർമെന്റ് അല്ലേ വരുന്നത്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് ബാലൻസ് കണ്ടീഷൻ ഉണ്ടാകണം, രണ്ടാമത് ഫേസ് ബാലൻസ് കണ്ടീഷൻ ഉണ്ടാകണം. അപ്പൊ ഈ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അത് അങ്ങ് മാച്ച് ആകും എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രിഡ്ജസിന്റെ സെക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ബ്രിഡ്ജിന്റെയും ആ ഒരു ബാലൻസ് കണ്ടീഷനും അതിന്റെ ഇക്വേഷനും ഒക്കെ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ നൗ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്. ഓക്കെ, സോ ഫൈനലി വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മീഡിയം റെസിസ്റ്റൻസ്. കെൽവിൻ ഡബിൾ എന്തിനാണ്? ലോ റെസിസ്റ്റൻസ്. മാക്സ്വെൽ മീഡിയം ക്യൂ ഇൻഡക്ടൻസ്. Hayes bridge high Q inductance and sharing capacitance and dielectric loss. Wein അല്ലെങ്കിൽ Wayne frequency dependent ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. സോ പാർട്ട് C നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. So thank you very much for watching this lesson and you have an excellent day ahead. See you in the next class.